ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ, അതായത് ഈ ഒരു വീക്ക് തുടങ്ങുമ്പോൾ മിഡ് വീക്ക് എവിക്ഷൻ അതാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. ശരിക്കും അതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല. കഴിഞ്ഞ വീക്ക് ഒരു എവിക്ഷൻ കൊണ്ടുവന്നതാണ്. പക്ഷേ മത്സരാർത്ഥികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തോളെ കൈയിട്ടും പിന്നെ ഉറങ്ങുമ്പോൾ കാത്തിരുന്നും ഒക്കെ അങ്ങ് ആ എവിക്ഷൻ നൈസായിട്ട് അങ്ങ് പാളിച്ച് കളഞ്ഞു. അതായത് ബിഗ് ബോസ് ശരിക്കും പറഞ്ഞാൽ ഒരു 7ന്റെ പണി പ്ലാൻ ചെയ്തു. വന്ന മത്സരാർത്ഥികൾ അതിന് ഒട്ടും അങ്ങോട്ട് സ്യൂട്ടാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ അടുത്തൊരു കാര്യം, വന്നതിൽ ആകെ കൂടി ഈ PSCക്ക് വേണ്ടി കുത്തിയിരുന്ന് പഠിച്ചത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അനീഷിന് ഇത്രയും ക്ഷമയും പഠിച്ച് ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റെപ്പറ്റീഷൻ, അതായത് അനുമോൾ അത് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞുള്ള റെപ്പറ്റീഷൻ ഉണ്ടല്ലോ, അത് ഈ നവോത്ഥാന നായകന്മാരെയൊക്കെ കുത്തിയിരുന്ന് പഠിച്ചിട്ടാണ് തോന്നുന്നത് അനീഷിന് ആ ക്ഷമ ഉണ്ടായത്. അത് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലായിരിക്കും. പിന്നെ ജിസേലിനെ പോലെ ഒരു തരത്തിൽ ഒരു മോഹൻലാലിനെ പോലും റെസ്പെക്റ്റ് ചെയ്യാത്ത ഒരു വ്യക്തി, ജിസേലിൻ്റെ ഈ ഒരു രീതി ഒട്ടും തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതുപോലെ ഇപ്പോൾ അപ്പാനി ശരത്തിൻ്റെയും അക്ബറിൻ്റെയും അയൽക്കൂട്ടം, അതിൽ അക്ബറിനെ നമുക്ക് കുറച്ചൊന്ന് മാറ്റി നിർത്താം, കാരണം അക്ബർ വേണമെന്ന് വെച്ചിട്ടൊന്നും അല്ല. പക്ഷേ അപ്പാനി ശരത്തിൻ്റെ അയൽക്കൂട്ടത്തെക്കുറിച്ച് ലാലേട്ടൻ എടുത്തു പറഞ്ഞു, ഇത് പ്രേക്ഷകർ അയൽക്കൂട്ടം എന്നൊരു പേരിട്ടു, ഇത്തവണ അയൽക്കൂട്ടം നിങ്ങളാണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടും ഈ പൊട്ടന്മാർക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര. കാരണം അപ്പാനി ശരത്തിനെ മനസ്സിലാക്കിക്കൂടെ ആ ഒരു കൂട്ടുകെട്ടിന് എന്തോ കുഴപ്പമുണ്ട്, അവിടെ പുറത്തൊരു സംസാരമുണ്ട് എന്ന്. പിന്നെ ഒരു കാരണമില്ലാതെ ഷാനവാസിനെ അങ്ങ് ടാർഗറ്റ് ചെയ്തിട്ട് സംസാരിക്കുകയാണ് അപ്പാനി ശരത്തിന് കുറേ ബ്രെയിൻ പ്ലാനുകളൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ ബാക്കിയുള്ള കുറേ പേരൊക്കെ അങ്ങ് സ്ലോ മട്ടാണ്. ഒന്നാമത്തെ കാര്യം, രേണു സുധി, ശൈത്യ ഇവരൊന്നും എൻഗേജ് ചെയ്യാനൊന്നും ശ്രമിക്കുന്ന കൂടിയില്ല. ശൈത്യക്ക് എങ്ങാണ്ട് ഡിപ്രഷൻ എങ്ങാണ്ട് അടിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. വേറെയൊക്കെ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ട് ശൈത്യയൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ഈ സൂപ്പർ അമ്മയും മകളും എന്നെങ്ങാണ്ട്. എനിക്ക് തോന്നുന്നു ആ റിയാലിറ്റി ഷോയുടെ ആ ഹാങ് ഓവർ ഇതുവരെ ശൈത്യക്ക് വിട്ടിട്ടില്ല. ഇല്ലെങ്കിൽ നന്നായിട്ട് കളിക്കേണ്ട കക്ഷിയാണ്. പിന്നെ കഷ്ടപ്പെട്ട് മെനക്കെട്ട് കളിച്ച് എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുന്ന ഷാരിക, KB, സരിക, അതുപോലെ ബിൻസി, ഇവരൊക്കെ ശ്രമിക്കുന്നുണ്ട്, അങ്ങോട്ട് ഏൽക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ കുറച്ച് പേരൊക്കെയാണ് ഈ സീസണിൽ വന്നത്. ബിഗ് ബോസ് വിചാരിച്ച അത്രയ്ക്ക് അങ്ങോട്ട് ഒരു പവർ കൊടുക്കാൻ ഇവർക്കാർക്കും സാധിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് മിഡ് വീക്ക് എവിക്ഷനെ കുറിച്ചുള്ള കാര്യം തന്നെ തുടങ്ങാം. കഴിഞ്ഞ ആഴ്ച പുകഞ്ഞ കൊള്ളിപ്പുറത്ത് എന്ന് പറയുന്നതിൽ ശരിക്കും ഒരാളെ ഔട്ടാക്കാൻ നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു. അതിൽ ഒന്നുകിൽ ബിൻസിനെയോ അല്ലെങ്കിൽ ആ ശൈത്യനെയോ പുറത്താക്കാമായിരുന്നു. അങ്ങനെ ഒരു ഗെയിം ടാസ്കിലൂടെ അങ്ങനെ പുറത്താക്കാൻ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവർക്കുമായിട്ട്, അതായത് പ്രേക്ഷകരെ പങ്കെടുപ്പിക്കാതെ അവർക്ക് ഒരാളെ ഔട്ടാക്കാനുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നു. അത് അവർ കളഞ്ഞു. ഇനി രണ്ടാമത്തത്, ഇതൊരു മിഡ് വീക്ക് എവിക്ഷൻ ആണ് എന്ന് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു എവിക്ഷൻ ആണ്. അതായത് ഒരു 6 പേരെ സെലക്ട് ചെയ്തു. അതിൽ അനീഷിനെയും ഷാരിക, സരിക, രേണു സുധി, റെന ഫാത്തിമ, ഒനീൽ, ഇവരെ ഇത്രയും പേരെ ഈ ഒരു, അതായത് നാളെ മുതൽ വ്യാഴാഴ്ച വരെ ആ പറയുന്ന ടാസ്കിൻ്റെ ഇടയിൽ ഇവർക്ക് പുറത്താക്കാം. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു ടാസ്ക് മിക്കവാറും ഒരു പ്രത്യേകം ടാസ്ക് ആയിരിക്കും കൊണ്ടുവരുന്നത്. ഇവർ അതിൽ തോക്കുന്നതനുസരിച്ച് പുറത്താക്കാനായിരിക്കും. ഈ ആഴ്ചയെങ്കിലും ഈ കൂട്ടത്തിൽ നിന്ന് ഒരാളെ പുറത്താക്കണം. എനിക്ക് തോന്നുന്നത് അനീഷിനെ ടാർഗറ്റ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു സമയമാണിത്. അനീഷിനെയാണല്ലോ എല്ലാവർക്കും പുറത്താക്കേണ്ടത്. അപ്പോൾ ഈ പറയുന്ന കലാഭവൻ സരികയും ഷാരികയും രേണു സുധിയും റെന ഫാത്തിമയും ഒനീലും ശ്രമിച്ചാൽ എന്തായാലും അനീഷ് പുറത്താകില്ല. അതുകൊണ്ട് തന്നെ അനീഷ് അവിടെ സേഫ് ആകാനാണ് ചാൻസ്. പിന്നെ പുറത്താക്കാൻ ബാക്കി പുറത്ത് നിൽക്കുന്നവർ ശ്രമിച്ചാൽ അനീഷിനെ പുറത്താക്കാൻ പറ്റില്ല. അതാണ് അനീഷ്. അപ്പം നമുക്ക് മിഡ് വീക്ക് എവിക്ഷനിൽ ഒരാൾ പുറത്താകുന്നത് അനീഷ് ഒഴിച്ച് ബാക്കി ആരെങ്കിലും ആയിരിക്കും. അത് ബിഗ് ബോസിൻ്റെയും കൂടെ ആവശ്യമാണ് കേട്ടോ. അതിനുശേഷം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, പുതിയ ഒരു നോമിനേഷൻ വന്നു. എല്ലാവരും ഒരേ സ്വരത്തിൽ ശൈത്യയെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുറത്തിരിക്കുന്ന പ്രേക്ഷകരോട് ഞാൻ പറയുന്നു, ശൈത്യയെ ഈ ആഴ്ച അങ്ങ് പറഞ്ഞു വിട്ടേക്കണം. കാരണം ഈ സീസൺ നമുക്കിപ്പോൾ 19 പേര് ഈ വീട്ടിലോട്ട് കയറിയിട്ടുണ്ട്. ഈ 19 പേരുടെ ആവശ്യമില്ല എന്ന് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്. നമുക്ക് ആ ഒരു ഗെയിം കാണാനുള്ള ആ ഒരു സ്പിരിറ്റ് അത് ഇപ്പം കൂടിക്കൂടി വരികയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതേ കണക്ക് പോകട്ടെ. അതേപോലെ ഫുഡ് ആയിക്കോട്ടെ, അതൊക്കെ ഇങ്ങനെ തന്നെ മതി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന മേക്കപ്പൊക്കെ വേണ്ടിയിട്ട്, ഫുഡിന് വേണ്ടിയിട്ട് അവർക്ക് ആർക്കും കഷ്ടപ്പെടാൻ വയ്യ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കഷ്ടപ്പെട്ട് ഈ മേക്കപ്പും തോണ്ടി ചുണ്ടിത്തേച്ച്, പിന്നെ അതുപോലെ എന്താ പറയണ്ടേ, ഈ ഡ്രസ്സൊക്കെ ഇത് ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും അതിനകത്ത് അഡിക്ഷൻ കാണിക്കുന്നവർ വേണ്ട,
അവരവിടെ ഇരുന്നാൽ മതി. അക്കാര്യത്തിനകത്തൊക്കെ നമ്മുടെ എന്താണ് റെന ഫാത്തിമ, രേണു സുധി ഇവരൊക്കെ 100% അടിപൊളിയാണ്. രേണു സുധി പറയുന്നുണ്ടായിരുന്നു നമുക്കും ആഗ്രഹമൊക്കെ ഉണ്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇടണമെന്ന്, പക്ഷെ നമ്മൾ റൂളാണേ. അപ്പോൾ അതൊക്കെ റെസ്പെക്ട്ഫുൾ ആണ്. അപ്പം ആ ജിസേലിൻ്റെ കാര്യത്തിൽ ഇതൊക്കെ തെറ്റാണ്, മിസ്റ്റേക്ക് ഉണ്ട് അതിനകത്ത്. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു സീസൺ ബിഗ് ബോസ് സീസൺ 7 ഇനി എത്ര കണ്ട് ആര് പറഞ്ഞാലും ശരി ഏറ്റവും ബെസ്റ്റ് സീസൺ ആയിരിക്കും. കാരണം അത്രയ്ക്ക് സീരിയസ് ആയിട്ടാണ്. ഇപ്പം ബിഗ് ബോസ് മനഃപൂർവ്വം തന്നെ ആർക്കും ഇടയിലും ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. എന്നിട്ടും ഈ അപ്പാനി ശരത്ത്, അക്ബർ, അനിമോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഒരു കൂട്ടം കൂടി എന്തൊക്കെയോ ഇരുന്ന് കൊതിയും നുണയും പറയുന്നതിനോട് ഒരു താല്പര്യമില്ല. അവർ ആ സീരിയസ്നെസ്സിൽ എത്തുന്നില്ല. ഇത് എനിക്ക് തോന്നുന്നു ഇത് ഫസ്റ്റ് സീസണായിട്ടൊക്കെ കണക്കാക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഒരു സാമ്പിള് ഇവരൊക്കെ കണ്ട് പഠിച്ച് കാണാപ്പാടം പഠിച്ചു വെച്ചത് മുഴുവൻ മലയാളം പഴയ സീസൺസ് ആയിരുന്നല്ലോ. അപ്പോൾ ആ സീസൺസ് കണ്ട് പഠിച്ചിട്ട് ഈ സീസണിനകത്ത് കയറി കളിക്കുമ്പം എത്തുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇനി അടുത്ത ഒരു സീസൺ വരുമ്പം ഈ സീസൺ റെഫറൻസ് ആക്കി എടുത്തു വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഈ ഒരു ലെവലിൽ കളിച്ചെത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇന്നത്തെ സ്പെഷ്യലായിട്ട് നടന്നൊരു സംഭവം നമ്മുടെ പണിപ്പുര ടാസ്ക്കാണ്. ആ ടാസ്ക് ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിരുന്നു. അതിൽ ഷാനവാസ് ആയിരുന്നു ബെസ്റ്റ് ബ്രെയിൻ വെച്ച് കളിച്ചൊരു വ്യക്തി. പക്ഷെ എന്ത് ചെയ്യാനാണ്, അതിനകത്ത് അക്ബർ ഒരു തരത്തിലൊന്ന് ഓക്കെ സമ്മതിച്ചൊക്കെ വന്നതാണ്, ആര്യൻ ഉൾപ്പെടെ സമ്മതിച്ച് വന്നതാണ്. അവിടെ മൊത്തം കുളവാക്കിയത് ഒന്നാ റെന ഫാത്തിമ. ആ കുട്ടിക്ക് ആ കൊച്ചു പിള്ളേരൊക്കെ എടുത്തിട്ട് തന്നെ വേറെ ഒരു മാനേഴ്സ് ഇല്ലാത്തൊരു കളിയായിപ്പോയി റെന ഫാത്തിമയുടേത്. അനീഷ ഇരിക്കുന്നിടത്ത് വന്ന് ചുമ്മാ കാല് വെച്ചിട്ട് കരഞ്ഞഭിനയിച്ച് മെഴുകിയിട്ട് അത് കുളവാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ആര്യൻ അനീഷിന് കാണിച്ച ആ ഒരു ഇൻസൾട്ട് ഉണ്ട്. പിന്നെ അപ്പാനി ശരത്ത് സത്യത്തിൽ എല്ലാവരും ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് നിന്നേനെയായിരുന്നു. അപ്പാനി ശരത്ത് ഇല്ല ഞാൻ സമ്മതിക്കില്ല, അങ്ങനെ ഒരു ഇത് വേണ്ട എന്ന് പറഞ്ഞ്. പിന്നെ കലാഭവൻ സരിക അവരുടെ ഔദാര്യത്തിൽ ഇത് ഔദാര്യമൊന്നും കാണേണ്ട സ്ഥലമല്ല. പണിപ്പുര ടാസ്ക് നന്നായിട്ട് ഭംഗിയായിട്ട് സക്സസ്ഫുൾ ആയിട്ട് അത് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതിനകത്തൊരു ടീം വർക്കും ആവശ്യമാണ്. അതൊന്നും അവർ ചിന്തിക്കുന്നില്ല. പിന്നെ ഞാൻ ഓൾറെഡി വീഡിയോയ്ക്കകത്തൊക്കെ പറഞ്ഞു, ഇന്നത്തെ ദിവസം ഞാൻ കൂടുതലും ചർച്ച ചെയ്തത് അനീഷിൻ്റെ വീഡിയോയാണ്. അനീഷിനെ കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ അനീഷിനെ ടാർഗറ്റ് ചെയ്ത് ഈ ഓരോ മത്സരാർത്ഥികളും കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബിഗ് ബോസ് കളി ആയിരിക്കത്തില്ല, പകരം അത് അനീഷ് കളി ആയിരിക്കും അവർ കളിക്കാൻ പോകുന്നത്. അനീഷ് ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല, ടോപ്പ് 5-ലെത്തും. ചിലപ്പോൾ ഈ സീസണിലെ രായാവായിട്ട് വാഴിക്കാനും ഒരു മടിയും കാണത്തില്ല. കാരണം കുറേ അധികം ടോക്സിക് എലമെൻ്റ് ഉണ്ടായത് കൊണ്ട് തന്നെ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോട് എല്ലാവർക്കും ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ അനീഷ് കയറി വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഏതായാലും ശരി, ഇനിയുള്ള നാളെ മുതലുള്ള ദിവസങ്ങളിൽ ഒരാൾ എലിമിനേറ്റ് ആകാൻ വേണ്ടിയിട്ട് ആ പറയുന്ന ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവരുൾപ്പെടെ ഈ പറയുന്ന ഒരു ടാസ്ക് മര്യാദയ്ക്ക് ചെയ്യണം എന്നാണ് നമുക്കും വിഷ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഈ സീസണിലുള്ളവർ ഇങ്ങോട്ട് ശരിയാവുന്നില്ല. കുറച്ചും കൂടെ ഒരു പവർ വരണം. എന്തായാലും അപ്പം രഞ്ജിത്ത് നല്ലൊരു മത്സരാർത്ഥിയായിട്ട് വരും എന്ന് കരുതിയെങ്കിൽ ആളുടെ സംസാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പുറത്തിറങ്ങി പുള്ളിക്കാരൻ ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുത്തു തുടങ്ങി. അപ്പോൾ പുള്ളിക്കാരന് എന്നെ മനസ്സിലായി, ഇത് നമ്മൾ വിചാരിച്ചതല്ല എന്ന്. അപ്പോൾ ഏതായാലും ശരി, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഉറപ്പായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക.